ജ്വലനം അഥവാ കമ്പസ്റ്റൻ എന്നൊരു രാസപ്രവർത്തനമാണ് തീ ഉണ്ടാക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ കമ്പസ്റ്റൻ്റെ ഒരു വിഷ്വൽ മാനിഫെസ്റ്റേഷൻ. ഈ രാസപ്രവർത്തനം നടക്കുന്നതിന് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് ഇന്ധനം, മറ്റൊന്ന് ഹീറ്റ്, ഓക്സിജൻ, ചെയിൻ റിയാക്ഷൻ. ഫയർ ഉണ്ടാകുന്നതിന് ഈ 4 കാര്യങ്ങൾ അനിവാര്യമാണ്. നമ്മുടെ വീട്ടിലെ സ്റ്റൗവിൽ ഗ്യാസ് കത്തിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ഗ്യാസ് തുറക്കുന്നു. അവിടെ ഗ്യാസാണ് ഇന്ധനം. അത് കഴിഞ്ഞ് നമ്മൾ ഇഗ്നൈറ്റർ എടുത്ത് ഒരു സ്പാർക്ക് കൊടുക്കുന്നു. ഈ സ്പാർക്ക് ഹീറ്റാണ്. ആ ഹീറ്റ് കിട്ടിയാൽ മാത്രമേ ഗ്യാസ് കത്തൂ. അപ്പോൾ 2 കാര്യങ്ങളായി, ഇന്ധനമായി, ഹീറ്റായി. വായുവിലുള്ള ഓക്സിജനാണ് കമ്പസ്റ്റനെ സഹായിക്കുന്നത്. 4ാമത് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ഈ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് മതി പിന്നീട് വരുന്ന ഈ ഗ്യാസിനെ കത്തിക്കാൻ വേണ്ടി. നമുക്ക് തുടർച്ചയായിട്ട് ഫയർ ഉണ്ടാകുന്നു. ആ ഫയറിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ്. ഈ പറഞ്ഞ 4 കാര്യങ്ങളെ നമുക്കൊരു ഫയർ ടെട്രാഹെഡ്രൺ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഫയർ ടെട്രാഹെഡ്രണിലെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഫയർ ഇല്ലാതാകും. അപ്പോൾ ഫയർ ഫൈറ്റിങ്ങിൽ ചെയ്യുന്ന അതാണ്.